ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ നീക്കത്തെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ തടഞ്ഞു. പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി. അദാനിയെ പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് രംഗത്ത് വന്നു. പി ആർ സുനിൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. പി ആർ സുനിൽ, വെൽക്കം ബാക്ക്. സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ ബഹളം ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ ആദ്യ ദിവസം തന്നെ അദാനിയുടെ പേര് വരുന്നു, അത് തടയുന്നു. നാടകീയമായിരുന്നു ആദ്യ ദിനം. സുജയ, തീർച്ചയായും രണ്ട് സഭകളിലും ഇന്ന് വലിയ ബഹളം തന്നെയായിരുന്നു. സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ അദാനി വിഷയമായിരുന്നു രണ്ട് സഭകളിലും പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരുന്നു അദാനി വിഷയത്തിൽ രണ്ട് സഭകളിലും നോട്ടീസ് നൽകിയത്. ലോക്സഭയിൽ കെ.സി. വേണുഗോപാലായിരുന്നു നോട്ടീസ് നൽകിയത്. രാജ്യസഭയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയായിരുന്നു നോട്ടീസ് നൽകിയത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ തന്നെയാണ് രണ്ട് സഭകളിലും കോൺഗ്രസിന് വേണ്ടി നോട്ടീസ് നൽകിയത്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ഇരു നേതാക്കളും സഭകളിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു സ്പീക്കറും രാജ്യസഭാ ചെയർമാനും ഒക്കെ തന്നെ. പിന്നീട് വലിയ ബഹളമായിരുന്നു ഇരു സഭകളിലും ഉണ്ടായിരുന്നത്. ലോക്സഭ ആദ്യം 12 മണി വരെ നിർത്തിവെച്ചു, രാജ്യസഭ 11:45 വരെ നിർത്തിവെച്ചു. രാജ്യസഭയിലായിരുന്നു കുറച്ചുകൂടി നാടകീയ കാഴ്ചകൾ. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധാങ്കർ സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചതോടെ അദ്ദേഹം വളരെ ക്ഷുഭിതനായി വൈകാരികമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സഭയിൽ ഈ രീതിയിൽ പെരുമാറരുത്, സഭയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന നടപടി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്, ഗൗരവമായി ഇക്കാര്യങ്ങൾ കണക്കിലെടുക്കണം എന്നൊക്കെയാണ് രാജ്യസഭാ ചെയർമാൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും പിന്നീട് രണ്ട് സഭകളും മറ്റന്നാൾ രാവിലെ 11 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. ഏതായാലും അദാനി വിഷയം പാർലമെന്റിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധമായി ഉയർത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, പ്രതിരോധത്തിൽ നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ രാവിലെ യോഗം ചേർന്ന് രണ്ട് സഭകളിലും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇനി ബുധനാഴ്ചയാണ് ഇരു സഭകളും വീണ്ടും സമ്മേളിക്കുക. നാളെ ഭരണഘടനാ ദിനമായതിനാൽ സംയുക്ത സമ്മേളനമാണ് പാർലമെന്റിൽ നടക്കുക. മറ്റന്നാൾ വീണ്ടും ഇരു സഭകളും സമ്മേളിക്കുമ്പോൾ തീർച്ചയായും ഇതേ വിഷയം തന്നെ വളരെ ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. അദാനിക്കെതിരായ വിഷയം രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ. ആദ്യം അദാനി വിഷയം ചർച്ച ചെയ്ത് മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നാൽ മതി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും ഈ സമ്മേളനത്തിൽ വഖഫ് ബില്ലടക്കം വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കാനുള്ള ആലോചനയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. വഖഫ് ബില്ല് ഇപ്പോൾ JPCയുടെ പരിഗണനയിലാണ്. JPCയുടെ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സ്പീക്കർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ സഭയിൽ തന്നെ വഖഫ് ബില്ല് പാസ്സാക്കാൻ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതും വലിയ പ്രതിഷേധ കാഴ്ചകളായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മണിപ്പൂർ വിഷയവും ഈ സമ്മേളനത്തിൽ വളരെ ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്.